ഗൾഫ് നാടുകളിലെ പ്രവാസി മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സന്ദേശവുമായി ഓണാഘോഷം ഗംഭീരമാക്കി. അതേസമയം തിരുവോണവും നബിദിനവും ഒരുമിച്ചെത്തിയതിന്റെ ഇരട്ടി മധുരം ഗൾഫ് നാടുകളിൽ കാണാനായി. ദുബായിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രവാസി മലയാളികളും തിരുവോണത്തെ വലിയ ആഹ്ലാദത്തോടെ വരവേറ്റിരിക്കുകയാണ്. ഇത്തവണ തിരുവോണ ദിവസം നബിദിനത്തിന്റെ പുതു അവധി ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ആവേശം ഇരട്ടിയാണ്. ഗൾഫിലെ മലയാളികളുടെ ഓണ കാഴ്ചകളിലേക്ക്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ സാധാരണ തിരുവോണ ദിനം പ്രവൃത്തി ദിവസമാവുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ നബിദിന അവധിയും ശനി ഞായർ വാരാന്ത്യ അവധിയും ലഭിച്ചതിനാൽ ആഘോഷം ഇരട്ടിയായി. കേരളീയ രീതിയിൽ പരമ്പരാഗത തനിമകളോടെയും പൂക്കളമിട്ടും സദ്യയൊരുക്കിയും ഓണം ഗംഭീരമാക്കി. ദുബായിലെ ഫ്ലോറ ഇൻ എന്ന സ്റ്റാർ ഹോട്ടലിൽ മലയാളത്തിന്റെ ഊഞ്ഞാലിട്ടും ഓണാഘോഷം വ്യത്യസ്തമാക്കി. അങ്ങനെ നാട്ടിലെ ഓണം ഞങ്ങളിവിടെ മിസ് ചെയ്യുന്നേ ഇല്ല. നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കുകയാണ്. ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഓണാഘോഷമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. കഥകളിയുണ്ട്, തെയ്യമുണ്ട്, എല്ലാം ഉണ്ട്. മാവേലി ഉൾപ്പെടെ ഞങ്ങൾ അടിച്ചു പൊളിക്കുക. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും കൂടുതൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഇവിടെ UAE-യിലായിരിക്കും. കാരണം അത്രമാത്രം ഒരു മലയാളി കമ്മ്യൂണിറ്റിയുടെ നമുക്കൊരു ഒത്തൊരുമ നമുക്ക് ഓണത്തിൻ്റെ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സമയം നമ്മൾ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഇത്തവണ നമ്മൾ ചെയ്തിരിക്കുന്നത് നാട്ടിൽ നിന്ന് സിറ്റിയിലേക്കുള്ള ഓണത്തിൻ്റെ ട്രാൻസിഷനാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ഗസ്റ്റുകൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്ലോട്ട് വൈസ് ആയിട്ട് സദ്യ കഴിക്കത്തക്ക വിധത്തിൽ ചെയ്തിട്ടുണ്ട്. 26 കൂട്ടം ഐറ്റംസാണ് അടങ്ങിയിരിക്കുന്നത് സദ്യയിൽ. ഒരു വള്ളുവനാടൻ സ്റ്റൈലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ ട്രഡീഷണൽ ആയിട്ട് ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലാണ് മാക്സിമം നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഓണക്കച്ചവടം ദിവസങ്ങൾക്ക് മുമ്പേ സജീവമായിരുന്നു. വീടുകളിൽ പൂക്കളമിട്ടും സദ്യ ഒരുക്കിയും മലയാളി കുടുംബങ്ങൾ മലയാളത്തിന്റെ ഓണം ലോകത്തിന്റെ ഉത്സവമാക്കി. മുണ്ടെടുത്തും സാരിയെടുത്തും കേരളീയതയെ ഇവർ കടൽ കടന്ന് അറബ് നാട്ടിലെത്തിച്ചു. വിവിധ പ്രവാസി സംഘടനകളുടെയും കുടുംബ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം ഓണാഘോഷങ്ങൾ ഇനി 2026 ജനുവരി മാസം വരെ നീണ്ടു നിൽക്കും. അതുവരെ പ്രവാസി മലയാളികൾക്ക് ഇനി ഓണക്കാലമാണ്. ഓണക്കാലത്ത് മഹാബലിയുടെ തിരിച്ചുവരവ് പോലെ ഓണത്തിന്റെ മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കായും പ്രവാസികൾ തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റി. ദുബായിൽ നിന്നും ക്യാമറമാൻ ധനീഷിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chumar TV show. Middle East This Week. Middle East beyond the headlines.